ജൂലൈ 1998 ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം അരങ്ങേറുന്നു. സമനിലയിൽ അവസാനിച്ച മത്സരത്തിൽ 23 വയസ്സുകാരനായ സൗത്ത് ആഫ്രിക്കയുടെ യുവതാരം തന്റെ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയും 4 വിക്കറ്റുകളും സ്വന്തമാക്കി അവർക്ക് വേണ്ടി തിളങ്ങി. 5 വർഷങ്ങൾക്ക് ശേഷം 2003 ലീഡ്സിൽ ഇതേ ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചത് അതേ ചെറുപ്പക്കാരന്റെ 9 വിക്കറ്റ് പ്രകടനമായിരുന്നു. 2004 ഡർബനിൽ വെച്ച് ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളയ്ക്കുമ്പോൾ തന്റെ 18ാം ടെസ്റ്റ് സെഞ്ചുറി പ്രകടനവുമായി അയാൾ വീണ്ടും തലയെടുപ്പോടെ നിന്നു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2010 കേപ്പ് ടൗണിൽ ഡെയിൽ സ്റ്റെയിന്റെ തീയുണ്ടകളെ തരണം ചെയ്ത് ഇംഗ്ലണ്ട് സമനില പിടിക്കുമ്പോൾ അവിടെയും 33ാം ടെസ്റ്റ് സെഞ്ചുറിയുമായി അയാളുടെ കയ്യൊപ്പുണ്ടായിരുന്നു. ഒടുവിൽ 2013 ഡർബനിൽ ഇന്ത്യക്കെതിരെ തന്റെ അവസാന ടെസ്റ്റ് ഇന്നിംഗ്സിലും 45ാം സെഞ്ചുറി കുറിച്ച ശേഷമാണ് അയാൾ തനിക്കെല്ലാം സമ്മാനിച്ച ഗെയിമിനോട് വിട പറഞ്ഞത്. പ്രകൃതിയിൽ പൂർണ്ണത എന്നൊന്നുണ്ടോ? ഇനി അഥവാ പൂർണ്ണത എന്നത് ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവണമെങ്കിൽ ഈ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ കരിയറിലേക്ക് കണ്ണോടിച്ചാൽ മതിയാകും. 2 പതിറ്റാണ്ടിലേറെ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലയിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ചയാൾ, ജാക്കസ് ഹെൻറി കാലിസ് എന്ന ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ. അത്ഭുതത്തോടെ അല്ലാതെ കാലിസ് എന്ന ക്രിക്കറ്റ് താരത്തിന്റെ കരിയർ നമുക്ക് നോക്കിക്കാണാനാകില്ല. ഒരിക്കൽ സൗരവ് ഗാംഗുലി പറഞ്ഞതുപോലെ ഏതൊരാളും സ്വപ്നം കാണുന്ന ഒരു കരിയറായിരുന്നു കാലിസ് വളരെ അനായാസം കെട്ടിപ്പടുത്തത്. അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ 25,000 കടന്ന റണ്ണുകളും 577 വിക്കറ്റുകളും 331 ക്യാച്ചുകളും കൊണ്ട് സമൃദ്ധമായ ഒരു അന്താരാഷ്ട്ര കരിയർ പൂർണ്ണത എന്ന സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ ജനിച്ചവരാരും തന്നെ ഇതിലും സമ്പൂർണ്ണനായ ഒരു ക്രിക്കറ്ററെ കണ്ടിട്ടില്ല, കേട്ടറിവുമില്ല. ജാക്ക് കാലിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അരോചകമായ കേളി ശൈലിയുള്ള ഒരു ഓൾറൗണ്ടറെയാണ് ഓർമ്മ വരിക. കാലിസ് അല്പം അരോചകം തന്നെയായിരുന്നു എന്നതാണ് സത്യം. കാരണം അയാൾ ഒരിക്കലും കാണികളുടെ താരമായിരുന്നില്ല, അങ്ങനെയാകാൻ ശ്രമിച്ച് കണ്ടിട്ടുമില്ല. മടിയന്റെ ശരീരഭാഷയും തടിയൻ ശരീരവും ആർക്കോ വേണ്ടി കളിക്കാൻ വന്ന പോലെയുള്ള ഗാർഡുമാണ് ക്രീസിൽ കാലിസ് നിൽക്കുമ്പോൾ. പക്ഷേ ബൗളർ പന്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിസിന്റെ രീതി അങ്ങ് മാറും. ഗ്യാപ്പുകൾ കണ്ടെത്താനും പ്രതിരോധം തീർക്കാനും എളുപ്പം അയാൾക്ക് സാധിക്കും. അയാളെ പുറത്താക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എതിരാളികൾക്ക്. ബൗളിംഗ് ആണെങ്കിൽ ആക്രമിക്കാൻ ആരും ഭയക്കുന്ന കൃത്യതയായിരുന്നു അയാളുടെ മുഖമുദ്ര. 1975 ഒക്ടോബർ 16 കേപ്പ് ടൗണിലെ പൈൻലാൻഡ്സിലായിരുന്നു കാലിസിന്റെ ജനനം. വിൻബർഗ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു കാലിസ് ക്രിക്കറ്റിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട കാലിസിന് പിന്തുണയും ആത്മവിശ്വാസവും നൽകിയത് അച്ഛന് പുറമെ സഹോദരി ജെയിൻ കാലിസ് ആയിരുന്നു. അണ്ടർ 15 നാളുകളിൽ ടീമിൽ സെലക്ഷൻ ലഭിക്കാതിരുന്നപ്പോൾ ഡിപ്രഷനിലായ കാലിസിന്റെ ഉള്ളിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് കുത്തി നിറച്ചത് ജെയിൻ കാലിസ് ആയിരുന്നു. പിൽക്കാലത്ത് കാലിസ് IPLൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ചിരുന്നപ്പോൾ പോലും സഹോദരി ചിയർ ലീഡറിന്റെ വേഷത്തിൽ ഒപ്പമുണ്ടായിരുന്നു. 1993 സൗത്ത് ആഫ്രിക്കയുടെ അണ്ടർ 17 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലിസ് അതേ വർഷം തന്നെയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ആദ്യാക്ഷരം കുറിക്കുന്നത്. പിന്നാലെ ഇംഗ്ലണ്ടിലെ ലീഗ് ക്രിക്കറ്റിൽ പങ്കെടുത്ത കാലിസിന്റെ ഓൾറൗണ്ട് സ്കിൽസിന്റെ പൊട്ടൻഷ്യൽ അന്ന് തന്നെ കോച്ചിംഗ് സ്റ്റാഫ് തിരിച്ചറിഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിലേക്കും കാലിസിന് വിളി വന്നു. 1995 ഇംഗ്ലണ്ടിനെതിരായിരുന്നു കാലിസിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം. എന്നാൽ മത്സരത്തിൽ കാര്യമായി തിളങ്ങാൻ കാലിസിന് സാധിച്ചില്ല. 1 റൺ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. ഇംഗ്ലണ്ടിനെതിരെ തന്നെയായിരുന്നു കാലിസിന്റെ ഏകദിന അരങ്ങേറ്റവും. ടെസ്റ്റിലെ പോലെ തന്നെ ഏകദിനത്തിലും തുടർന്ന് 1996 നടന്ന ലോകകപ്പിലും കാലിസിന് കാര്യമായ പ്രകടനങ്ങളൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് 1997 മെൽബണിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റിലെ മാച്ച് സേവിംഗ് ഇന്നിംഗ്സ് ആയിരുന്നു കാലിസിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത്. പിന്നീട് ഒരിക്കലും തന്റെ കരിയറിൽ കാലിസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തുടർച്ചയായ മികച്ച പ്രകടനങ്ങളിലൂടെ കാലിസ് തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. 1998 ICC നോക്കൌട്ട് ട്രോഫിയിൽ ദക്ഷിണാഫ്രിക്കയുടെ കിരീട നേട്ടത്തിൽ ടൂർണമെന്റിന്റെ താരമായിരുന്നു അദ്ദേഹം. സെമിയിൽ സെഞ്ചുറി നേടിയ കാലിസ് ഫൈനലിൽ 5 വിക്കറ്റ് നേടി സൗത്ത് ആഫ്രിക്കയുടെ ഇതുവരെയുള്ള ഒരേ ഒരു ICC ട്രോഫി നേട്ടത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു. 1999 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ സെമി ഫൈനൽ പ്രവേശനത്തിലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നിർണായക പങ്കുവഹിച്ചിരുന്നു. പിന്നാലെ 2000 ഇന്ത്യക്കെതിരെ പരമ്പര വിജയം നേടിയ പ്രകടനം കാഴ്ചവെച്ച കാലിസ് 2001 ICC ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ 1ാമതുമെത്തി. 2002 തന്നെ കാലിസ് മികച്ച ഓൾറൗണ്ടർ എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ചെങ്കിലും 2003 സീസണിന് ശേഷമാണ് ബാറ്റ്സ്മാനായി തന്റെ യഥാർത്ഥ കഴിവ് പ്രകടിപ്പിച്ചത്. 3ാം നമ്പർ ബാറ്റ്സ്മാനായി സ്ഥാനമുറപ്പിച്ച അദ്ദേഹം സർ ഡൊണാൾഡ് ബ്രാഡ്മാന് ശേഷം തുടർച്ചയായി 5 ടെസ്റ്റുകളിൽ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി മാറി. 2004 അദ്ദേഹം ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡും തന്റെ പേരിൽ ചേർത്തു. അധികം വൈകാതെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കായി ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമായും കാലിസ് മാറി. 2005 ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി കാലിസ് അവരോധിക്കപ്പെടുന്നത്. കലണ്ടർ വർഷം ടെസ്റ്റിൽ 1288 റൺസ് നേടിയ കാലിസ് ICCയുടെ ഏറ്റവും മികച്ച പ്ലെയറും ടെസ്റ്റ് പ്ലെയറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അധികം വൈകാതെ തന്നെ 100 ടെസ്റ്റുകൾ എന്ന നാഴികക്കല്ലും കാലിസ് പിന്നിട്ടു. 2006 ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന് വാഴ്ത്തപ്പെടുന്ന സർ ഗാരി സോബേഴ്സിന്റെ റെക്കോർഡും കാലിസ് അനായാസം മറികടന്നു. 2007 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് സ്കോററായിരുന്ന കാലിസ് 2009 തന്നെ ടെസ്റ്റിലും ഏകദിനത്തിലും 10,000 റൺസ് എന്ന നാഴികക്കല്ലും സ്വന്തമാക്കി.
തന്റെ 150-ാം ടെസ്റ്റ് മത്സരത്തിൽ 150 റൺസ് നേടിയ കാലിസ് ആ നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ താരവുമായി മാറി. 2012-ൽ തന്റെ കരിയറിന്റെ ലേറ്റർ സ്റ്റേജസിലായിരുന്നിട്ടും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും കാലിസ് തന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കി. 2012-ന് ശേഷം കാലിസ് ഏകദിനങ്ങളിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്നെങ്കിലും 2013-ൽ ടീമിലേക്ക് ഒരു മടങ്ങിവരവിന് ശ്രമിച്ചു. എന്നാൽ കാര്യമായി തിളങ്ങാനായില്ല. അതേ വർഷം ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു കാലിസ് തന്റെ അവസാന ടെസ്റ്റ് മത്സരവും കളിച്ചത്. 18 വർഷങ്ങൾക്ക് മുൻപ് ഡർബനിൽ നിന്ന് തുടങ്ങിയ കരിയർ ഡർബനിൽ തന്നെ സെഞ്ചുറിയിലൂടെ കാലിസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ 2014-ൽ കാലിസ് എല്ലാതരം ക്രിക്കറ്റിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിച്ചു. ഫ്ലെയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സവിശേഷമായ ജന്മവാസന കൊണ്ടളന്നാൽ ഒരുപക്ഷെ ബ്രയൻ ലാറയോ സച്ചിൻ ടെണ്ടുൽക്കറോ റിക്കി പോണ്ടിങ്ങോ ഉൾപ്പെടുന്ന ശ്രേണിയിൽ കാലിസിന് സ്വാഭാവികമായ ഒരു ഇടം കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും. എന്നാൽ പ്രയോജകത്വം എന്ന കണ്ണാടിയിലൂടെ നോക്കിയാൽ ഇവരിൽ ഒരാൾക്കും പിന്നിലാവില്ല കാലിസിന്റെ സ്ഥാനം. 45 ടെസ്റ്റ് സെഞ്ചുറികളിൽ വെറും 3 എണ്ണമാണ് പുതിയ കാലത്തിന്റെ കണക്കെടുപ്പുകളിൽ കാണുന്നത് പോലെ പാഴായിപ്പോയത്. പ്രതിഭ, അധ്വാനം, അർപ്പണം, നിരവധി കാരണങ്ങൾ നിരത്താം അസാധാരണമായ ഈ കരിയർ നേട്ടങ്ങളെ വിശേഷിപ്പിക്കാൻ. ടെക്നിക്ക് വെച്ച് തൂക്കിയെടുത്താൽ സച്ചിന്റെയോ ദ്രാവിഡിന്റെയോ പകുതി പോലും ഇല്ല കാലിസ്. എന്നാൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ബാറ്റുമായി ദ്രാവിഡും പന്തുമായി സഹീറും ഒന്നിച്ചു നിൽക്കുന്ന പ്രതീതിയാണ് കാലിസ് ടീമിലുണ്ടാക്കിയത്. ടെസ്റ്റിലെ ബാറ്റിംഗ് നോക്കിയാൽ റൺ വേട്ടക്കാരിൽ 3-ാമൻ, സെഞ്ചുറിയുടെ കാര്യത്തിൽ 2-ാമൻ, അംഗീകൃത ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കൂടുതൽ നോട്ട് ഔട്ട്, 4-ാം നമ്പറിൽ 62ഓളം ബാറ്റിംഗ് ആവറേജ്, സാക്ഷാൽ സച്ചിനുമായി കിടപിടിക്കുന്ന കണക്കുകൾ. പന്തെടുത്താൽ 292 വിക്കറ്റുമായി സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ 6-ാമനാണ് കാലിസ്. ഇന്ത്യയുടെ സഹീർ ഖാനും ഓസ്ട്രേലിയയുടെ ബ്രെഡ്ലിയുമായി കിടപിടിക്കുന്ന ബൗളിംഗ് ഫിഗേഴ്സാണ് അയാളുടെ ബൗളിംഗ് മികവിന്റെ അടയാളം. ഫീൽഡിലെ കാര്യമെടുത്താൽ ചോരാത്ത കൈകളും 200 ക്യാച്ചുമായി ദ്രാവിഡിനും ജയവർദ്ധനയ്ക്കും പുറകിൽ പട്ടികയിൽ 3-ാമനാണ് കാലിസ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരേ സമയം സച്ചിനും സഹീറുമായിരുന്നു ജാക്കസ് കാലിസ്. ഒരിക്കൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ കാലിസിന്റെ കമ്പാരിസൺ ടിവിയിൽ കാണിച്ചതും ഇതേ രീതിയിലായിരുന്നു. ഒരിക്കൽ ഇന്റർവ്യൂവർ സച്ചിനോട് ഒരു ചോദ്യം ചോദിച്ചു, കാലിസിൽ നിന്നും എന്താണ് താങ്കൾക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്? സച്ചിൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പിച്ചിലെ ചെറിയ പുല്ലുകൾ പോലും ബാറ്റ് കൊണ്ട് സസൂക്ഷ്മം വീക്ഷിച്ച് ബാറ്റ് ചെയ്യുന്ന കാലിസിന്റെ കോൺസെൻട്രേഷനും ഫോക്കസും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതെ, ഇനി ഒരു സച്ചിനോ ലാറയോ പിറക്കുമോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പും കാണില്ലായിരിക്കും. എന്നാൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, ഇനിയൊരു കാലിസ് അതൊരിക്കലും ഉണ്ടാകില്ല എന്ന്.